ഇന്ന് എൻ്റെ ആർഭാടങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു ലഞ്ച് കണ്ടാലോ? സാധാരണക്കാരൊക്കെ വീട്ടിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ. അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ പോയി വന്നുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒന്നും വാങ്ങാൻ നിന്നില്ല കേട്ടോ. അപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങളും അതൊക്കെ വെച്ച് തന്നെയാണ് ഇന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം എന്തൊക്കെയാണ് ഞാൻ കൊണ്ടുവന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഉണ്ടാക്കിയത് പയറും മെഴുക്കുവരട്ടിയായിരുന്നു. പിന്നെ ഇത് മത്തങ്ങ എങ്ങനെ ആരെങ്കിലും വെക്കാറുണ്ടോ? താളിച്ചാണ് കേട്ടോ, തേങ്ങയൊന്നും ഇടാതെ മത്തങ്ങ മാത്രം ഇട്ടിട്ട് താളിച്ചതാണ്. പിന്നെ ഇത് ഈ ഒരു മുട്ട ഓംലേറ്റ്, അത് ഞാൻ ആ തോരൻ ഉണ്ടാക്കി അതേ ഇതിലാണ് ഉണ്ടാക്കിയത്. എപ്പോഴും കരിഞ്ഞാണ് എൻ്റെ പാത്രം അങ്ങനെയുള്ളത്. പിന്നെ ഞാൻ എന്തായിരുന്നു ഉണ്ടാക്കിയത്? പിന്നെ ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. പിന്നെ എല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു. ഈ ഒരു മാങ്ങാത്തൊറ എന്ന് പറയുന്ന സാധനം, പിന്നെ കാന്താരി മുളക് ഉപ്പിലിട്ടത്, പിന്നെ അതൊക്കെ കൂട്ടി തന്നെ. അപ്പം മുട്ട പൊരിച്ചത് എവിടെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ, മുട്ട പൊരിച്ചാണ് ആ സൈഡിലുള്ളത്. അത് പക്ഷേ തോരനായിപ്പോയി, മറിച്ചിടാൻ നോക്കിയപ്പോൾ അത് തോരനായിപ്പോയി. പിന്നെ അതൊക്കെ കൂട്ടി അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. പക്ഷെ എന്നാലും ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാതിരുന്നതുകൊണ്ട് തന്നെ ഉച്ചയായപ്പോൾ നല്ല അടിപൊളി വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് മൊത്തം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം കൂടെ കൂട്ടി കുഴച്ചൊരു പിടി അങ്ങ് പിടിച്ചു. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ മത്തങ്ങ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ. എനിക്ക് ഇങ്ങനെ കറി വെക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, താളിക്കുന്നത്. അപ്പം ഉണ്ട് ഈ ഒരു മാങ്ങാത്തുറ എന്ന് പറയുന്ന തുറമാങ്ങ എന്ന് പറയുന്ന ഈ സംഭവം ഞാൻ വയനാട്ടിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. വേറെ എവിടെയും ഞാനിത് കഴിച്ചിട്ടൊന്നുമില്ല. അപ്പം ഞാൻ വയനാട് പോയ സമയത്ത് തിരിച്ചു വരുമ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ഈ തുറമാങ്ങ. നല്ല ടേസ്റ്റാണ്. ശരിക്കും അച്ചാറാണോ എന്ന് ചോദിച്ചാൽ അച്ചാറാണ്, അല്ലെങ്കിൽ ചോദിച്ചാൽ അല്ല. ഇതിൻ്റെ ടേസ്റ്റ് തികച്ചും വ്യത്യാസമാണ് കേട്ടോ. അച്ചാറിനൊക്കെ നല്ല വ്യത്യാസമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു ചെറിയൊരു പീസ് മതി ചോറ് കഴിക്കാൻ. അപ്പം അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ മതി, അറിയാത്തവർക്ക് കേട്ടോ. അപ്പം ഇത് ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ ആക്കണം എന്നൊക്കെ വിചാരിക്കുന്നു, മാങ്ങയാവട്ടെ. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വയനാട്ടിൽ പ്ലസ് 1 പ്ലസ് 2 അവിടെയാണ് പഠിച്ചത്. അപ്പം അവിടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞാനിത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്ലാതെ ഞാൻ ഇതുവരെ എവിടുന്നും കഴിച്ചിട്ടില്ല. അപ്പം വയനാട് പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നൊരു സാധനമാണ് ഇത്, ഈ ഒരു തുറമാങ്ങ ണ്ടോ. പിന്നെ ഞാൻ വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഈ കാന്താരി. കുറച്ചും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുത്താണ് കുറച്ച്, വീട്ടിൽ തന്നെ ആയി. ഞാൻ സ്വന്തം എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആകെ ഇത്ര ഉള്ളൂ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാന്താരി ഇങ്ങനെ വിനാഗിരിയൊക്കെ ഇട്ട് വെക്കുന്നത്. അപ്പം അതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. അപ്പം ഇതൊക്കെ കൂട്ടിയിട്ട് ഇന്ന് ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അയ്യോ ഒന്നും പറയണ്ട, അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അടിപൊളിയാണ്. ഞാനിത് വീട്ടിൽ പോയി വന്നപ്പോൾ കൊണ്ടുവന്നൊരു സാധനമാണ് കേട്ടോ ഇത്. ഈ ഒരു തേനും പിന്നെ ഈ ഒരു തേനും അത് ഞങ്ങൾ വാങ്ങിയതല്ല കേട്ടോ. ഇത് ഏട്ടൻ കൊണ്ടുവന്നാണ്. കണ്ണൻ്റെ ഏട്ടൻ വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ്. അവിടെയാണ് പണിയെടുക്കുന്നത്. അപ്പം അവിടെ നിന്ന് കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം നമ്മൾ തേനൊക്കെ നല്ല പൈസയാണല്ലോ വാങ്ങുന്നതിന്. തേനിന് അത്യാവശ്യം പൈസ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വാങ്ങാറൊന്നുമില്ല. അപ്പം ഏട്ടനാണ് ഇപ്പം ഞങ്ങൾക്ക് കൊണ്ടു തരുന്നത്. ഇപ്പോൾ 2-3 പ്രാവശ്യം കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം കൊണ്ടുവന്ന തേന്, അപ്പം അതും കൂടെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള സാധനമാണല്ലോ, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.